കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായ ഒരു സ്ത്രീയെ കൊന്നു കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തി. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പ്രതി ജയചന്ദ്രൻ കരുനാഗപ്പള്ളി പോലീസിന്റെ വലയിലായി. വിജയലക്ഷ്മിയെ പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടു. അതിനുശേഷം കോൺക്രീറ്റ് ചെയ്തു. ഈ മാസം 7-ാം തീയതിയാണ് ഞെട്ടിക്കുന്ന ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അരുൺരാജ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺരാജ്, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. പറയൂ വിശദാംശങ്ങൾ. എസ്കെൻ, ഈ സംഭവം പോലീസിന് മുമ്പിലേക്ക് എത്തുന്നത് നവംബർ 13-നാണ്. ഒരു പരാതിയാണ് കരുനാഗപ്പള്ളി പോലീസിന് ലഭിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയെ കാണാനില്ല എന്നതായിരുന്നു ബന്ധുവിന്റെ പരാതി. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടിയ ഞെട്ടിപ്പിക്കുന്ന വിവരം പോലീസിന് മുമ്പാകെ എത്തുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: നവംബർ 6-ന് വിജയലക്ഷ്മി തന്റെ സുഹൃത്തായ ഈ ജയചന്ദ്രനൊപ്പം ഒരു യാത്ര പോകുന്നു. ഈ യാത്ര അമ്പലപ്പുഴയിലെ ഈ ജയചന്ദ്രന്റെ വീട്ടിലേക്കാണ്. ഈ ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും ആ ദിവസം അവിടെ തങ്ങുന്നു. അന്ന് രാത്രിയാണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ തലയ്ക്ക് പ്ലെയർ കൊണ്ടടിച്ച് കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയെ സമീപത്ത് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന വീടിന്റെ ഈ ഫ്ലോറിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. പിന്നീട് ഈ ഫ്ലോറിൽ മണ്ണ് വിണ്ടുകീറുന്ന അവസ്ഥയുണ്ടായി. പിറ്റേ ദിവസം കൂടുതൽ മണ്ണ് ഈ കുഴിച്ചിട്ട സ്ഥലത്ത് വീണ്ടും ജയചന്ദ്രൻ നിക്ഷേപിച്ചു. വീണ്ടും ഈ മൃതദേഹം പരിശോധിക്കാൻ അവിടെ എത്തിയപ്പോൾ പട്ടിമാന്തി നിലയിൽ ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് കണ്ടതിനെ തുടർന്ന് ജയചന്ദ്രൻ സമീപത്ത് നിന്ന് കോൺക്രീറ്റ് മിക്സ് ചെയ്തുകൊണ്ട് ഇത് പൂർണ്ണമായും മൂടുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഈ ജയചന്ദ്രൻ പിന്നീട് ഒരു അതിബുദ്ധി കൂടി കാണിച്ചു എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയുടെ ഫോൺ, അതായത് ഒരു ദൃശ്യം സിനിമയുടെ മോഡൽ അതേപോലെ അപ്പാടെ ക്രിയേറ്റ് ചെയ്ത ഒരു കൊലപാതകമാണ് ഇത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ വിജയലക്ഷ്മിയുടെ ഫോൺ പിന്നീട് ജയചന്ദ്രൻ ഇവിടെ നിന്ന്, അതായത് അമ്പലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത് കണ്ണൂരിലേക്ക് പോകുന്ന ഒരു KSRTC ബസ്സിൽ നിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അവിടെ ജയചന്ദ്രന്റെ ആ പദ്ധതി ഒന്ന് പാളി. കാരണം ഈ കണ്ണൂരിലേക്കുള്ള KSRTC ബസ് അത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഫോൺ അവിടെ നിക്ഷേപിച്ച വിവരം ഒരു സമീപത്തുണ്ടായിരുന്ന യാത്രക്കാരൻ കാണുകയും അത് കണ്ടക്ടറെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടർ ഈ എറണാകുളത്ത് തന്നെ ഈ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. കരുനാഗപ്പള്ളി പോലീസിന്റെ അന്വേഷണത്തിൽ ഫോൺ എറണാകുളത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ ഫോണുമായി ബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജയചന്ദ്രൻ പിടിയിലാവുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ജയചന്ദ്രൻ ഈ കൊലപാതകം സമ്മതിക്കാൻ തയ്യാറായില്ല. താൻ ഇത് ചെയ്തിട്ടില്ല, തങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട്, നേരിൽ കണ്ടു, പക്ഷേ ഇതിനപ്പുറം തനിക്കൊന്നും അറിയില്ല എന്നതായിരുന്നു ജയചന്ദ്രന്റെ വാദമെങ്കിൽ ഇതിപ്പോൾ പൂർണ്ണമായും പോലീസിന് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിലെ അഴീക്കലടക്കമുള്ള സ്ഥലങ്ങളിൽ, ശക്തികുളങ്ങര അടക്കമുള്ള സ്ഥലങ്ങളിൽ മത്സ്യബന്ധന തൊഴിലാളിയായി ജോലി ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ഇവർ തമ്മിൽ സൗഹൃദത്തിലാകുന്നത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന്റെ കാരണമടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് കുറച്ചുകൂടി വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ചില സൂചനകൾ മാത്രമാണ് പോലീസിന് മുമ്പിൽ ഇപ്പോഴുള്ളത്. എന്തിനാണ് കൊന്നത് എന്നത് സംബന്ധിച്ച ചില വിവരങ്ങൾ ജയചന്ദ്രനിൽ നിന്ന് ഇനിയും തേടാനുണ്ട്. എന്തായാലും ഈ അമ്പലപ്പുഴയിലെ ഈ വീട്ടിൽ, ഈ സമീപത്തെ ജയചന്ദ്രന്റെ വീടിന്റെ സമീപത്തെ വീട്ടിൽ ഇന്ന് മൃതദേഹം പുറത്തെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. ഫോറൻസിക്കിന്റെയും കരുനാഗപ്പള്ളി പോലീസിന്റെയും അമ്പലപ്പുഴ പോലീസിന്റെയും നേതൃത്വമുള്ള പ്രത്യേക സംഘം ഇപ്പോൾ അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മൃതദേഹം കൊന്ന് കുഴിച്ചുമൂടുക മാത്രമല്ല കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. 2 ആഴ്ച കാലത്തോളമായി പണി നടക്കാത്ത ഒരു വീട്ടിലാണ് ഇത്തരം പ്രവർത്തികൾ ജയചന്ദ്രൻ നടത്തിയത് എന്നുള്ളതാണ് ഏറെ പോലീസിനെ പോലും ഞെട്ടിക്കുന്നത്. സമീപവാസികളെ പോലും ഈ ജയചന്ദ്രൻ യാതൊരു സംശയങ്ങൾക്കും ഇടം നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ ജയചന്ദ്രന്റെ വീട്ടിൽ ഭാര്യയും മകനും ഇല്ലാത്തപ്പോഴായിരുന്നു ഇത്തരം ഒരു കൊലപാതകം അരങ്ങേറിയതും ഇത്തരത്തിൽ കൊലപാതകത്തിന് ശേഷം ഈ ബോഡി പിന്നീട് കുഴിച്ചിടുകയും അടക്കം ചെയ്തത്. എന്തായാലും നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ്. കരുനാഗപ്പള്ളി പോലീസ് അടക്കമുള്ളവർ ഈ വാഹനത്തിന് മുമ്പിൽ, നമുക്ക് മുമ്പിൽ ഇപ്പോൾ അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഫോറൻസിക്കിന്റെ അടക്കമുള്ള സംഘം അവിടേക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എസ്കേൻ, അരുൺരാജ്, എത്ര മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന സ്പോട്ടിൽ അരുൺരാജിന് എത്താൻ കഴിയും? അരുൺരാജ് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അരുൺരാജ്, യഥാർത്ഥത്തിൽ ഈ സ്ത്രീയെ നമ്മളിപ്പോൾ പറഞ്ഞോളൂ. എസ് കെ, നമ്മളിപ്പോൾ അവിടേക്കുള്ള യാത്രാമധ്യയാണ്. കാരണം ഈ യാത്രയിൽ എത്ര ദൂരം എടുക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയില്ല. കാരണം പോലീസ് വാഹനത്തിന് പിൻവശത്താണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് അവിടേക്ക് എത്തുന്ന സമയം അത് ആലപ്പുഴ ജില്ലയിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. പക്ഷേ പരാതിയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കരുനാഗപ്പള്ളി പോലീസിനാണ് ലഭിക്കുകയും കരുനാഗപ്പള്ളി പോലീസിന്റെ ഒരു അന്വേഷണം, ആ അന്വേഷണ മികവിനെ ഇഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഒരു പരാതി ലഭിക്കുന്നു, ഒരു മിസ്സിംഗ് പരാതി ലഭിക്കുന്നു. ആ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണം അത് ജാഗരൂകരായി
പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ കേസിലെ പ്രതിയിലേക്ക് ഇപ്പോൾ എത്താൻ സഹായിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ആലപ്പുഴയിൽ എത്തി ഈ അമ്പലപ്പുഴയിലെ അയാളുടെ വസതിയിലേക്ക് എത്തും. അതിന് സമീപത്തെ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. പോലീസ് പ്രാഥമികമായി അവിടെ പരിശോധന നടത്തുകയും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ നാട്ടുകാർക്ക് പോലും ഇപ്പോഴും അമ്പരപ്പാണ്. കാരണം ജയചന്ദ്രൻ അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളായിരുന്നില്ല. കാരണം മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ഭാര്യയെ പലതവണ പോലീസ് ചോദ്യം ചെയ്തു, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി. പക്ഷേ ഈ പറയുന്ന ദിവസം, അതായത് കൊലപാതകം നടന്ന ദിവസം ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയത്. ജയചന്ദ്രന്റെ മൊഴിയും ഇത് സാധൂകരിക്കുന്നുണ്ട്. ആ ദിവസമാണ് കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തത്. പക്ഷേ വിജയലക്ഷ്മിയെ എന്തിനാണ് ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, അവിടെ വെച്ച് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെ എന്നീ കാര്യങ്ങളിൽ പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഇന്ന് ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളതാണ്. കാരണം വിജയലക്ഷ്മിക്ക് കൂടുതൽ ബന്ധുക്കളില്ല. ഒരു ബന്ധുവിൽ നിന്ന് ലഭിച്ച പരാതിയാണ് ഈ പോലീസ് അന്വേഷണം ഇത്ര കാര്യക്ഷമമായി ഒരു ജില്ല വിട്ട് അപ്പുറത്തേക്ക്, അത് ഒരു വളരെ ബുദ്ധിപരമായി, ഒരു മത്സ്യബന്ധന തൊഴിലാളിയാണ്, പക്ഷെ അയാൾ വളരെ ബുദ്ധിപരമായി ഒരു സിനിമ കഥയെ എങ്ങനെയാണോ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അരുൺരാജ് ശ്രമിക്കുക. അരുൺരാജ്, അവിടെ എത്തിയാൽ വീണ്ടും താങ്കൾ ബന്ധപ്പെടുക. ഈ കൊലപാതകത്തിന്റെ മറ്റു ചില തലങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ ജയചന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? പ്രത്യേകിച്ച് ഈ തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കുഴിച്ചു മൂടിയിട്ട് കോൺക്രീറ്റ് ചെയ്ത അത്രയും ഹീനമായ കർമ്മം ചെയ്യാൻ അയാൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണോ? അയാളുടെ ലക്ഷ്യം അടിസ്ഥാനപരമായി എന്തായിരുന്നു? ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. പോലീസിൻ്റെ അന്വേഷണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. കരുനാഗപ്പള്ളിയിലെ പോലീസ് ഈ അടുത്ത ഏതാനും മിനിറ്റുകൾക്കകം ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചേരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ പ്രതിനിധി അരുൺരാജും അവിടെ എത്തിച്ചേരും. ചേർന്നാലുടൻ നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. മാത്രമല്ല, ഇന്ന് ഈ കോൺക്രീറ്റ് മാറ്റി ഈ മൃതദേഹം പുറത്തെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം.